ഏവർക്കും നമസ്കാരം. ഒരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ NDA 2 മീൻസ് 2026 സെക്കൻഡ് NDA എക്സാം സെപ്റ്റംബറിലാണ്. ഇപ്പോൾ ഫസ്റ്റ് NDA എക്സാം കഴിഞ്ഞിരിക്കുന്നു, അതേപോലെ കീം എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് NDA 2 കൂടി ഉള്ളൂ. വളരെ ചാൻസ് ഉള്ളത് മീൻസ് NDA എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ രണ്ടാമത്തെ എക്സാമിനാണ്. കാരണം ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നടന്നതാണ്. അത് ആർക്കുമേ ഒന്നുമേ എഴുതാൻ പറ്റിയിട്ടില്ല. പക്ഷെ പഠിച്ചെഴുതാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നിങ്ങൾ നല്ലപോലെ പ്രയോജനപ്പെടുത്തി എടുക്കണം. കാരണം നിങ്ങളുടെ ഒരു അടുത്ത ഏതെങ്കിലും ഒരു കോഴ്സിന് പോകണമെങ്കിൽ പോലും ഒരു 3-4 മാസത്തിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവും, മീൻസ് അതിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് പഠിച്ചെഴുതാനുള്ള സമയം കിട്ടും. അപ്പോഴത്തേക്ക് അവിടുത്തെ അഡ്മിഷൻ ആകത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയില്ലേ പോലും അഡ്മിഷൻ ഒക്കെ ആകും, ലേറ്റ് ആവും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കോണം. അതിന്റെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ തരാൻ പോകുന്നത്. മാത്സിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വസ്റ്റൻസുകളാണ്. നമ്മൾ ഒരിക്കലും +2 ലെവലില് ഈ പ്രോബ്ലംസുകൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും വേറെ കുറെ ക്വസ്റ്റൻസുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല എൻട്രൻസ് ക്വസ്റ്റന്റെ ലെവൽ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പുതുതായിട്ട് തോന്നുന്നതുമായിട്ടുള്ള ക്വസ്റ്റൻസുകളാണ്. ഇവനെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്സിന്റെ ആകുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ നോട്ട്സുകളും അതിന്റെ കൂടെ തന്നെ കിട്ടും, മെറ്റീരിയൽ ആയിട്ട്. പിന്നെ മറ്റുള്ള സബ്ജക്ട്സുകളും ഉണ്ടാവും. ഓക്കെ, ജോയിൻ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യുക. കാരണം മാത്സ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വർഷം കഴിയുന്നതോറും മാത്സിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ CBSE ലെവലിൽ തന്നെ ഇപ്പൊ 9th 10th ടെക്സ്റ്റ് ബുക്ക് മാറ്റുന്നത് ഹൈ ലെവലിലോട്ടാണ് മാറുന്നത്. അതിന്റെ ഉദ്ദേശം തന്നെ കുട്ടികൾ ആ ലെവലിലോട്ട് ചിന്തിച്ചു തുടങ്ങണം, പഠിക്കണം എന്നുള്ളത് ഉദ്ദേശം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. If x equals sec theta minus tan theta and y is equal cosec theta plus cot theta, then x plus y minus xy minus n എന്ന് ഈ ഇക്വേഷൻസുകളിൽ ഏതാണ് ഈ തന്നേക്കുന്ന കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ്. എക്സിന്റെ വാല്യൂ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ. ഈ ട്രിഗണോമെട്രി കേൾക്കുമ്പോഴേ പ്രോബ്ലം ആണ്, പക്ഷേ പ്രോബ്ലം നോക്കിയിട്ട് കാര്യമില്ല. ഇതിനൊന്നും ഒത്തിരി പ്രോബ്ലംസുകൾ എക്സാമിന് വരും കേട്ടോ. അല്ലാതെ ഇവനെ മാറ്റി വെച്ചിട്ടൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്നാണ് എക്സിന്റേത്. ഇതൊക്കെ നിങ്ങൾ കണ്ടുള്ളത് ടേംസുകളാണ്. പക്ഷെ ഇങ്ങനെ ഒരു രീതിയിൽ കൂടെ ചെയ്യാൻ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് ചെയ്യാനുള്ള 1-2 വഴികൾ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് നോക്കിക്കേ, ഇപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടത് ഇവിടോട്ട് കൊടുത്ത് ഇവിടോട്ട് വൈയുടെ വാല്യൂ കൊടുത്ത് ഇതിന്റെ ചെയ്ത് എപ്പോഴാണോ 0 കിട്ടുന്നത്, ഇവിടെ ഏത് ഇക്വേഷൻ കൊടുക്കുമ്പോഴാണ് ആൻസർ 0 ആവുന്നത്. എക്സും വൈ ഉണ്ടല്ലോ, ഇതൊക്കെ കൊടുത്താൽ 0 കിട്ടുന്നപ്പോ അത് ഇത്ര സമയം എടുക്കും. രണ്ടാമത്തെ കാര്യം നോക്കിക്കേ, ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ മൈനസ് 1, എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് വൈ, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടേ ഉള്ളൂ തന്നെ അല്ലേ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എക്സ് സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ, അവിടെ നമ്മൾ തീറ്റയ്ക്ക് ഒരു ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രിയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അത് 0 ആവാം, 30 ആവാം, 45 ആവാം, 60 ആകാം, 90 ആകാം. ഏറ്റവും നല്ലത് ഇവിടെ നമുക്ക് പറ്റുന്നത് ഇപ്പൊ 90 കൊടുക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഇവിടെ ഈ കൊസിക് 90 അല്ലെങ്കിൽ കോട്ട് 90 അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഇച്ചിരി പ്രോബ്ലം. ഇപ്പൊ ടാൻ 90 ഒക്കെ ഇൻഫിനിറ്റി അല്ലേ, നോട്ട് ഡിഫൈൻഡ്. അപ്പൊ അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മള് വാല്യൂ കിട്ടുന്ന രീതിയിൽ കൂടെ വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. അപ്പൊ നമുക്ക് തീറ്റയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് 45 ഡിഗ്രി. ഏറ്റവും നല്ലവരാണ് 45 ഡിഗ്രി എന്നുള്ളത് എക്സിന് കൊടുത്തോണ്ട് പ്രോബ്ലം ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ നമ്മൾ നോക്കിക്കേ, സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ നമ്മൾ തീറ്റയ്ക്ക് 45 കൊടുക്കുമ്പോൾ സീക് 45 മൈനസ് ടാൻ 45, സീക് 45 എന്ന് പറഞ്ഞാൽ കോസ് 45ന്റെ റെസിപ്രോക്കൽ. cos 45 എന്ന് പറഞ്ഞാൽ 1/√2. അപ്പൊ sec 45 √2/1, √2. ഓക്കെ, √2 മൈനസ് tan 45 1. നെക്സ്റ്റ് y cosec 45 പ്ലസ് cot 45. cosec 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 45ന്റെ റെസിപ്രോക്കൽ. sin 45 എത്ര? sin 45 1/√2. cosec 45 √2/1, √2. ഓക്കെ, പ്ലസ് cot 45 1. അപ്പൊ രണ്ടും കിട്ടി. ഇനി ഇവിടോട്ട് നമ്മൾ ഓരോന്ന് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. നോക്കിക്കേ, ഇവിടെ ആൻസർ 0 ആണ്. അത് വലിയൊരു ക്ലൂ. അപ്പൊ നമുക്ക് ഈ ആൻസർ 0 ആയതുകൊണ്ടൊന്നും നമ്മൾ സാധാരണ ഒരു 0-നെ കാണുന്ന പോലെ ഉള്ളൂ. അങ്ങനെയല്ല, 0-നെ പല രീതിയിൽ കൂടെ കാണുന്നവനാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ √2 മൈനസ് 1, വൈ എന്ന് പറഞ്ഞാൽ √2 പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഓർത്തോണം, √2 പ്ലസ് 1 പ്ലസ് √2 മൈനസ് 1 എന്നുള്ള ഒരിക്കലും ഈ √2 ക്യാൻസൽ ആവത്തില്ല കേട്ടോ. √2 പ്ലസ് 1 പ്ലസ് √2 മൈനസ് 1. ഇപ്പൊ എക്സിന്റെ വാല്യൂ √2 മൈനസ് 1. അപ്പൊ തിരിച്ചു കഴിയില്ല,
-1 ആദ്യം കൊടുത്തു, ഇവിടെ പ്ലസ് കൊടുത്തു. അപ്പൊ ഈ √2 ക്യാൻസൽ ആവുന്നില്ല, പക്ഷെ ആൻസർ 0 കിട്ടണം. അപ്പൊ √2 ഒരിക്കലും ക്യാൻസൽ ആവാതെ 0 കിട്ടത്തില്ലല്ലോ. അപ്പൊ ഈ x+y എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് രണ്ടും കളയാം. കാരണം എന്തുകൊണ്ടാ, x+y കൂടെ ഒരിക്കലും 0 കിട്ടില്ല. കാരണം √2 +1 അല്ലെങ്കിൽ +√2 -1 നമുക്ക് √2 അവിടെ കിടക്കുക, മനസ്സിലായോ? അപ്പൊ ഒരിക്കലും അത് വരില്ല. അപ്പൊ ഈ x-y ഇതിൽ ഏതോ ഒരാളാണ് കറക്റ്റ് ആൻസർ. അപ്പം ഇവനെ രണ്ടിനെ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് കളയാം. പക്ഷെ നമുക്ക് ഇത് മനസ്സിലാക്കാത്തടത്തോളം നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുത്തു നോക്കും. അത് നമ്മുടെ സാധാരണ കാര്യം. സാധാരണ അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് എൻട്രൻസ് ആവുന്നത് കേട്ടോ. സാധാരണ ലെവലിൽ നിൽക്കുന്നത് അങ്ങനെ, പക്ഷെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ് കേട്ടോ. അപ്പുറത്ത് ചിന്തിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഒത്തിരി സമയമൊന്നും കളയണ്ട, പഠിച്ചോണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ വർക്കാണ് വേണ്ടത്, ഏറ്റവും ഹൈ ലെവലിൽ നിന്നുകൊണ്ട് വേണം. അപ്പൊ ഇനി ഇതിൽ ഏതാണെന്ന് കൊടുക്കാം. അത് നോക്കിക്കേ, നമ്മൾ ഇവിടെ ഉണ്ടെന്ന് കൊടുത്തത് x-y xy +1 നോക്കാം. x-y എന്ന് പറയുമ്പോൾ √2 -1, എക്സിന്റെ വാല്യൂ മൈനസ്, വൈയുടെ വാല്യൂ √2 +1 മൈനസ് √2 -1 ഇൻറ്റു √2 +1. ഓക്കെ, എക്സ് ഇത് എക്സ് ആണ് കേട്ടോ. ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ് ഇൻറ്റു വൈ +1. ഇവിടെ ഞാൻ കൊടുത്തത്. അപ്പൊ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ √2 -1 ബ്രാക്കറ്റ് മൈനസ് √2 -1 മൈനസ് ഓഫ് √2 -1 √2 +1 a - b a + b a² - b² √2 സ്ക്വയർ -1 സ്ക്വയർ 2 -1 1. ഓക്കെ, അപ്പൊ ഇത്രയും ആൻസർ 1, പിന്നെ ഒരു +1. ഓക്കെ, അപ്പൊ ആ സ്പേസിൽ 1 ഇടുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത്രയും വാല്യൂ ആണ് കേട്ടോ. അപ്പൊ എഴുതുന്നതിനൊക്കെ നമുക്ക് എഴുതുന്നത് പോലും മനസ്സിലാവാനുള്ള രീതിക്കുള്ള ഒരു സ്റ്റെപ്പ് ആയിരിക്കണം. ഗ്യാപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി കൊടുക്കണം. ഇവിടെ ഇവന് ക്യാൻസലായി. ഇവിടെ -1 -1 -1 +1, ഈ -1 +1 പോയി കഴിഞ്ഞാൽ -1 -2 ആണ് കിട്ടിയത്, 0 കിട്ടിയില്ല. അപ്പോൾ ഇവനും അല്ല. അപ്പൊ പിന്നെ ഇവൻ ആവാനേ സാധ്യതയുള്ളൂ എന്നുള്ളത് ക്ലിയർ ആയി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതാണ് എക്സിന് √2 -1 മൈനസ് ഓഫ് √2 +1 പ്ലസ് √2 -1 ഇൻറ്റു √2 +1 +1. എന്നിട്ട് ഇവിടെ x y x y +1 x y x y +1 that is equal to √2 -1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -√2 -1. ഇവർ രണ്ടോട് ചേരുമ്പോൾ √2 -1 √2 +1. നേരത്തെ പോലെ നമുക്ക് ഇത് കിട്ടുന്നതിന്റെ ആൻസർ 1 പിന്നെ ഒരു +1. ഓക്കെ, ഇവിടെ √2 ക്യാൻസൽ. -1 -1 -2 +1 +1 +2 0. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്താൽ കിട്ടും. ചെയ്യേണ്ട മെത്തേഡും ചെയ്യേണ്ട രീതികളും ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലാത്തതാണെന്ന് മാത്രം. പക്ഷെ മനസ്സിലാവത്തില്ലെന്ന് ആരും പറയത്തില്ല. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സീക്വൻസസ് ആൻഡ് സീരീസിലെ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വായിക്കുമ്പോൾ ചിലർക്ക് കത്തത്തില്ല. കത്തിയാൽ വളരെ ഈസിയാണ്. ഇഫ് pth ടൈം ഓഫ് ആൻ AP ഈസ് k എന്നുണ്ട് കേട്ടോ, then sum of pth ടൈം p plus qth ടൈം p minus qth, ഈ മൂന്ന് ടൈംസിന്റെയും കൂടെ സം എത്ര ആണെന്ന്. pth ടൈം ഈസ് ഗിവൺ, pth ടൈം ഇവിടെ നോക്കിക്കേ, pth ടൈം ഈസ് ഗിവൺ ടു ബി k, then sum of pth ടൈം p plus qth ടൈം അടുത്ത p minus qth, ഈ മൂന്ന് ടൈംസിന്റെയും കൂടെ സം ഇതിനുള്ളിൽ ആരായിരിക്കും. അപ്പൊ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, pth p plus q p minus q ഇതെല്ലാത്തിന്റെ പ്രത്യേകത അടുത്തടുത്ത ടൈംസുകൾ. ആക്ച്വലി p minus q ആണ് ആദ്യം, തൊട്ടടുത്തത് pth, അടുത്ത എന്താണ് p plus qth ടൈം. ഓക്കെ, അടുത്ത നോക്കിക്കേ, p minus qth pth p plus qth എന്ന് പറഞ്ഞാൽ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ടൈംസുകൾ പോലെ തന്നെ അടുത്തടുത്ത ടൈംസുകൾ പോലെ വരും. കണ്ടല്ലോ, p minus q pth p plus q എന്ന് പറഞ്ഞാൽ a minus d a plus d എന്നുള്ള രീതിയിൽ കൂടെയാണ് കേട്ടോ. അടുത്തടുത്ത മൂന്ന് ടൈംസ് നമ്മുടെ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ അടുത്തടുത്ത മൂന്ന് നോക്കാം. നോക്കിക്കേ, 5 8 11 ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിന്റെ മൂന്ന് ടേംസുകളുടെയും കൂടെ സം എത്ര നോക്കിക്കേ, മൂന്ന് ടേംസിന്റെയും കൂടെ സം, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ മൂന്ന് ടേംസിന്റെ ഈ സം എന്ന് പറഞ്ഞാൽ 5 8 13 13 11 24 അല്ലേ, 24 സം ഓഫ് 3 ടൈംസ് എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ടൈം ഉണ്ടോ നടുക്കത്തെ, അതിന്റെ 3 ടൈംസ് ശരിയല്ലയോ. 3 × 8 കിട്ടത്തില്ലേ 24.
എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് പ്രൊഫഷനിൽ 3 ടേംസ് അടുപ്പിച്ച് വരുന്ന 3 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ നടുക്കത്തെ ടേമിന്റെ 3 മടങ്ങ് 3 ടൈംസ് ആയിരിക്കും. ആ നടുക്ക് കിടക്കുന്ന ടേമിന്റെ 3 ടൈംസ്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പി മൈനസ് ക്യൂത്ത് അടുത്ത പി പ്ലസ് ക്യൂത്ത് ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ ഇത് അടുത്തടുത്ത 3 ടേംസുകളാണ്. അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ ഒരേ വ്യത്യാസത്തിൽ വരുന്ന കേട്ടോ. അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ പീത്ത് ടൈം ഇവിടുത്തെ നടുക്കത്തെ ടൈം ഈ 8 എന്ന് പറയുന്നതിന് വരെ ഇവിടുത്തെ പീത്ത് ടൈമാണ്. ഈ പീത്ത് ടൈം എത്ര കെ അല്ലയോ, അതിന്റെ എത്ര ടൈംസ് എന്ന് നമ്മളിപ്പോ പറഞ്ഞത് ഈ 3 പേരുടെ കൂട്ടിയാൽ നടുക്കത്തെ ടൈമിന്റെ 3 മടങ്ങ്. നടുക്കത്തെ ടൈം കെ ആ, അപ്പൊ അതിന്റെ 3 മടങ്ങ് 3K. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ് 3K. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് ചെറുക്ക് കത്തി കാണും, ചെറുക്ക് ഇത് കത്തി കാണത്തില്ല. ഇപ്പോൾ ഓക്കെ ആണല്ലോ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ എളുപ്പമൊക്കെയാണ്, കുഴപ്പമില്ല. cos x പ്ലസ് √3 sin x ഈസ് മാക്സിമം when x ഈസ് ഈക്വൽ ടു. ഈ ഫംഗ്ഷന്റെ cos x പ്ലസ് √3 sin x എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ മാക്സിമം ആവുന്നത് ഈ എക്സുകളുടെ പ്ലേസിൽ ഈ പറഞ്ഞേക്കുന്ന റേഡിയൻസ് അല്ലെങ്കിൽ ആംഗിൾസ് ഇതിലേതാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പല രീതികൾ ചെയ്യാം അല്ലേ, ഇതങ്ങോട്ട് ഓരോന്നിനെ കൊടുത്ത് ചെയ്യാം. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം, കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ ഇതിന്റെ ക്വസ്റ്റൻ വരുന്നത് ഇതിന് മാക്സിമം വാല്യൂ എത്ര ആണെന്ന്, ഇവിടെ അതല്ല. മാക്സിമം വാല്യൂ എത്ര എന്നല്ല, മാക്സിമം വാല്യൂ കിട്ടാൻ ഇതിനുള്ള ഏത് ആളെ കൊടുക്കണമെന്ന്, ഇതിനുള്ളിൽ ആരെ കൊടുത്താലാണ് ഇതിന് ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എത്ര നോക്കിക്കോ, a cos x പ്ലസ് ബി സൈൻ എക്സ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള, അല്ലെങ്കിൽ a sin x പ്ലസ് ബി cos x എന്തായിക്കോട്ടെ, ഇങ്ങനെ വരുന്നതിന്റെ മാക്സിമം വാല്യൂ എപ്പോഴും ഓർത്തോണം √a² പ്ലസ് b² എന്നാണ് കേട്ടോ. എയും ബി എന്ന് പറഞ്ഞ കോഎഫിഷ്യൻസുകൾ, അതിന്റെ സ്ക്വയേഴ്സുകളുടെ സമ്മിന്റെ റൂട്ട് ആയിരിക്കും മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, cos x ന്റെ കൂടെ വാല്യൂ ഇല്ലെങ്കിൽ 1, sin x ന്റെ കൂടെ √3. അപ്പോൾ a യുടെ വാല്യൂ 1, b യുടെ വാല്യൂ √3. ഓക്കെ, അപ്പൊ മാക്സിമം വാല്യൂ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1² പ്ലസ് √3². ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 √4. ആൻസർ ആരാണ് 2. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ 2 കിട്ടി. ഇനിയിപ്പോ നമുക്ക് ഇച്ചിരി എളുപ്പം എന്ത് ചെയ്താൽ മതി, ഇതിനുള്ളിൽ ആരെ കൊടുക്കുമ്പോഴാണ് ആൻസർ 2 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. കാരണം മാക്സിമം വരും. അപ്പൊ മാക്സിമം വാല്യൂ കിട്ടാനുള്ള ഞാനൊരു കാര്യം പറഞ്ഞു തന്നത്. ഇനി മാക്സിമം വാല്യൂ കിട്ടാൻ ഇതിനുള്ളിൽ ഏത് ആളെ കൊടുക്കണമെന്ന് അറിയാൻ ഈ എക്സിന്റെ പ്ലേസിൽ നമ്മൾ ആദ്യം π/2 കൊടുക്കും. അപ്പൊ നോക്കിക്കേ എങ്ങനെ വരും, cos π/2 പ്ലസ് √3 ഇൻറ്റു സൈൻ π/2. ഓക്കെ, cos π/2 is 0, √3 ഇൻറ്റു സൈൻ π/2 is 1, √3 ഇൻറ്റു 1 √3 ആണ്, 2 അല്ല. അപ്പൊ നമുക്ക് ഇയാളല്ല ആൻസർ. നെക്സ്റ്റ് π/3 കൊടുക്കാം. π/3 എടുക്കുമ്പോൾ cos π/3 പ്ലസ് √3 ഇൻറ്റു സൈൻ π/3. cos π/3 എത്ര, cos 60 കേട്ടോ, π/3 60, cos 60 is 1/2 പ്ലസ് √3 ഇൻറ്റു സൈൻ π/3. സൈൻ π/3 സൈൻ 60 is √3/2. ആൻസർ 1/2 പ്ലസ് √3 ഇൻറ്റു √3/2. √3 ഇൻറ്റു √3 3/2. 2 എൽസിയം എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 3 ഹോൾ ബൈ 2. ആൻസർ ഈസ് 4/2. 2 കിട്ടി കേട്ടോ, ഈ 2 കിട്ടി. അപ്പൊ മാക്സിമം ആയ 2 കിട്ടിയത് നമ്മൾ ഏത് കൊടുത്തപ്പോഴാണ്, π/3 കൊടുത്തപ്പോഴാണ്. അപ്പൊ π/3 ആണ് കറക്റ്റ് ആൻസർ. അത്രേ ഉള്ളൂ. അപ്പൊ ഇവനൊന്നും നമ്മുടെ ആൻസർ അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡുകളൊക്കെയാണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസുകൾ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇങ്ങനെ ഇപ്പൊ ഇത്ര സമയങ്ങൾ ഇത്ര ആയില്ലേ. അപ്പൊ ഇതേപോലെ നിങ്ങൾ കുറെ സമയങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രയോ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടും. അല്ലാതെ ഇത് വേറെ നമ്മൾ ഉറക്കത്തിൽ ഇതൊന്നും തലയിലോട്ട് കയറത്തില്ല. ഉണർന്നിരുന്ന് വർക്ക് ചെയ്യണം. എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ എല്ലാരെ പോലും ആവാതെ ഇത്തിരി മുന്നിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇച്ചിരി മുന്നിൽ എത്തണമെങ്കിൽ അതിനുള്ള പിന്നിൽ വർക്ക് നന്നായിട്ട് വേണം. അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.